ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റും ഇല്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനത്തിൻ്റെ 19 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയല്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയല്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തന്മാരായിരിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയുടെ അല്പം അനുഗ്രഹങ്ങളെങ്കിലും പ്രാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദൈവമക്കളെ, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയല്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എത്ര അനുഭവങ്ങളാണ് ക്ഷാമകാലത്ത് തീറ്റിപ്പോറ്റി ഒന്നുപോലെ കൊണ്ടു നടക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ? അത്രമാത്രം ഇല്ലായ്മയുടെ കാലങ്ങളിലും കരുതുന്ന ദൈവം എത്ര അത്ഭുതമാണ് പ്രവർത്തിച്ച്. അതൊക്കെ കേൾക്കുമ്പോൾ ദൈവമക്കളെ, ഏത് സ്റ്റേജിലാണ് നമ്മൾ പറയാതിരിക്കുന്നത്? ആരുടെ മുമ്പിലാണ് നമ്മൾ പറയാൻ മടിക്കുന്നത്? കർത്താവ് തന്ന നന്മയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലേ? ഒന്നോർത്താൽ സാക്ഷ്യം പറയാൻ മടിച്ചോ, മറന്നോ? ദൈവം നടത്തിയ എല്ലാ നന്മകൾക്ക് നന്ദി പറയാൻ എല്ലാ നാവുകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയുള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. നീതിമാന് കിട്ടുന്ന അല്പത്തിൽ നിന്നും ദാനമായിട്ട് ഈ അനുഗ്രഹങ്ങൾ ദൈവമക്കളെ മുട്ടില്ലാതെ ദാനം ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താ കാര്യം? കർത്താവ് നിറയ്ക്കുന്നതൊന്നും മാത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹമാർന്ന തിരുവചനത്തിൻ്റെ മുൻപിൽ അടിയങ്ങളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് നൽകിയ നന്മകളല്ല അതൊന്നുമില്ല കർത്താവേ. എൻ്റെ യേശുവേ സ്തോത്രം. ദൈവം തന്ന ആ അല്പം നന്മകൾ, ആമേ സ്തോത്രം, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ കർത്താവേ സമൃദ്ധിയാണ് കർത്താവേ. ദൈവം തന്ന ഒരംശം അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ തികവുള്ളതാ, നിറവുള്ളതാ കർത്താവെ. ഞങ്ങളത് അനുഭവിക്കുന്നു അപ്പാ. സാക്ഷ്യം പറഞ്ഞു ഇന്നും എൻ്റെ കർത്താവ് നടത്തുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. ലജ്ജ കൂടാതെ സഭയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യഹോവ എനിക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നെന്ന് സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അധികമായി അനുഗ്രഹിക്കണമേ. കൃപയും കൃപാവരങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. കർത്താവെ, ഞെരുക്കത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. സമൃദ്ധിയായി പോറ്റി പുലർത്തുന്ന ദൈവസ്നേഹം എൻ്റെ കർത്താവെ നിൻ്റെ മക്കളെ കാത്തിരിക്കുന്നല്ലപ്പാ. നന്മ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ നാളുകളെ കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സകല നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. സകല നന്മകളും കർത്താവെ ഓർക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും എല്ലാവരെയും ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.